നിക്കോദിമോസ് അവനോട് ഇതെങ്ങനെ സംഭവിക്കും? ഇതാണ് ലോകത്തിന്റെ ചോദ്യം മുഴുവൻ. ഇതിങ്ങനെ അങ്ങനൊക്കെ പറ്റുമോ? അങ്ങനൊക്കെ ലോകം അവസാനിക്കുമോ? എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ലോകാവസാനം എന്ന് പറയുമ്പോൾ പരിഹസിച്ചുകൊണ്ടിരുന്ന പലരും ഇന്ന് പലതിൻ്റെയും പദവിയിലിരിക്കുന്നവർ പറയുമോ ഈ സൂര്യൻ വന്ന് ഈ ഗ്രഹത്തെ വിഴുങ്ങുമെന്ന്, എല്ലാം നശിക്കുമെന്ന്. ദൈവത്തെ സ്തുതിച്ചാട്ട്. വിദ്യാഭ്യാസ പത്രോസ് പറഞ്ഞു മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുമെന്ന്. ഇതെങ്ങനെ സംഭവിക്കും? അങ്ങനെയൊക്കെ മുടന്ന് നടക്കുമോ? അങ്ങനെയൊക്കെ സൗഖ്യങ്ങൾ നടക്കുമോ? അങ്ങനെയൊക്കെ ചീഞ്ഞ് നാറിയവൻ എഴുന്നേൽക്കുമോ? ദൈവത്തെ സ്തുതിച്ചാട്ട്. അങ്ങനെയൊക്കെ കേൾക്കുമോ? പക്ഷെ കർത്താവ് പറഞ്ഞു മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുന്ന നാഴിക ഏറ്റെടുത്താട്ട്. നിക്കോദിമോസ് പ്രതികരിക്കുന്ന ഇന്നത്തെ ലോകത്തിലെ തത്വജ്ഞാനികള് ബുദ്ധിയിൽ അളക്കുന്നവരാണ്. അവർ ചോദിച്ചത് എങ്ങനെ സംഭവിക്കും? നിന്റെ ബുദ്ധിക്ക് സംഭവിക്കത്തില്ല. കന്യക ഗർഭം ധരിക്കുമോ? ദൈവത്തെ സ്തുതിച്ചാട്ട്. ചീഞ്ഞ് നാറി നാറ്റം വെച്ച് മാർത്തയും മറിയയും പറഞ്ഞു നാറ്റം വെച്ച് തുടങ്ങി. ഒന്നുമല്ലേ പോട്ട് മോർച്ചറിൽ ആന്നെപ്പോലും നടക്കത്തില്ല. ഒരു സാധ്യതയുമില്ലാത്തടത്ത് ലാസറസ് കം ഔട്ട് എന്ന് പറഞ്ഞ അതേ വചനത്തിന്റെ ശക്തിയിൽ ഇന്ന് പിശാചിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ചിലതൊക്കെ പുറത്തു വരികയാണ്.